അടുത്ത പോർഷൻ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. എ മാനുഫാക്ചറിംഗ് കൺസേൺ മേ സെൽ ഇറ്റ്സ് ഗുഡ്സ് ടു consumers either through the wholesaler or through its own retail branches. ഒരു മാനുഫാക്ചറിങ് കൺസേൺ അതിൻ്റെ ഗുഡ്സ് സെയിൽ നടത്തുന്നത് കൺസ്യൂമേഴ്സിന് സെയിൽ നടത്തുന്നത് ഒന്നെങ്കിൽ ഹോൾസെയിലർ വഴിയായിരിക്കും അതല്ലെങ്കിൽ റീറ്റെയിലർ വഴിയായിരിക്കും. ആസ് ദ റീറ്റെയിൽ പ്രൈസ് വിൽ ബി ഹയർ ദാൻ ദി ഹോൾസെയിൽ പ്രൈസ്, ദ മാനുഫാക്ചർ വിൽ ബി ഏബിൾ ടു ഏൺ മോർ ബൈ റണ്ണിങ് ഇറ്റ്സ് ഓൺ റീറ്റെയിൽ ബ്രാഞ്ചസ്. റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസിനേക്കാളും കൂടുതലായത് കാരണം ഒരു മാനുഫാക്ചർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം. എപ്പോൾ? അവർക്ക് സ്വന്തമായൊരു റീറ്റെയിൽ ബ്രാഞ്ച് റൺ ചെയ്യുവാണെങ്കിൽ. ബട്ട് ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ റീറ്റെയിൽ ബ്രാഞ്ച് ഷുഡ് ഓൾസോ ബി കൺസിഡർഡ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെ ഒരു റീറ്റെയിൽ ബ്രാഞ്ച് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടി നമ്മൾ കണക്കിലെടുക്കണം. ദെയർഫോർ എ കമ്പാരിസൺ ഓഫ് ദ പ്രോഫിറ്റ് സോ ഏൺഡ് വിത്ത് ദ കോസ്റ്റ് ഇറ്റ് ഹാസ് ടു incur for running such branches will be helpful in deciding as to whether it is advantageous or not to run such branches. അതുകൊണ്ട് തന്നെ ഒരു അങ്ങനെ രണ്ട് ബ്രാഞ്ചസ്, അതായത് ഹോൾസെയിൽ ബ്രാഞ്ചും റീറ്റെയിൽ ബ്രാഞ്ചും റൺ ചെയ്യുന്നതിൻ്റേതായ കോസ്റ്റ് തമ്മിലൊന്ന് കമ്പയർ ചെയ്തെങ്കിൽ മാത്രമേ, അതിൽ നിന്ന് പ്രോഫിറ്റ് എത്രമാത്രം ഏൺ ചെയ്തു എന്നുള്ളത് കമ്പയർ ചെയ്തെങ്കിൽ മാത്രമേ അത് അഡ്വാൻറ്റേജസ് ആണോ നല്ലതാണോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ബ്രാഞ്ചസ് റൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഇഫ് ദ അഡീഷണൽ പ്രോഫിറ്റ് ഈസ് മോർ ദാൻ ദ അഡീഷണൽ കോസ്റ്റ് ഇറ്റ് വിൽ ബി അഡ്വൈസബിൾ ടു ഹാവ് സച്ച് ബ്രാഞ്ചസ് ഇൻ ഫങ്ഷനിങ്. അങ്ങനെ അഡീഷണൽ കോസ്റ്റ് വരുവാണ്, ഇതുപോലെ ഒരു റീറ്റെയിൽ ബ്രാഞ്ച് തുടങ്ങുന്നതിന് അഡീഷണൽ കോസ്റ്റ് വരികയാണെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ പ്രോഫിറ്റ് എങ്കിൽ അങ്ങനെ ബ്രാഞ്ചസ് ഫങ്ഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല, നല്ലതാണ്. ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് comparison of the additional profit with expenses at the retail branches, the head office should prepare the accounts of such branches on the basis of wholesale price, which is cost plus a certain margin. In order to facilitate comparison of the additional profit with expenses at the retail branch, അങ്ങനെ അഡീഷണൽ പ്രോഫിറ്റും എക്സ്പെൻസും റീറ്റെയിൽ ബ്രാഞ്ചിൽ ഉണ്ടാകുന്നത് ഒന്ന് കമ്പാരിസൺ നടത്തണമെന്നുണ്ടെങ്കിൽ the head office should prepare accounts of such branches on the basis of wholesale price. അത് ഹോൾസെയിൽ പ്രൈസിൻ്റെ ബേസിൽ ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ട്സ് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇറ്റ് ഈസ് കോസ്റ്റ് പ്ലസ് എ സർട്ടൻ മാർജിൻ. However, the head office has to create a stock reserve by debiting its own profit and loss account in order to show the branch stock at cost in the balance sheet. എങ്കിൽ പോലും ഹെഡ് ഓഫീസ് അതിൻ്റെ ഒരു സ്റ്റോക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ സ്റ്റോക്ക് റിസർവ് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ബ്രാഞ്ചിലെ സ്റ്റോക്ക് അത് കോസ്റ്റ് തന്നെ കാണിക്കേണ്ടതുണ്ട്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ഒരു ഇലിസ്ട്രേഷൻ 13 കിടപ്പുണ്ട്, നമുക്ക് നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് എ റീറ്റെയിൽ ബ്രാഞ്ച് അറ്റ് കോയമ്പത്തൂർ. ഗുഡ്സ് ആർ സോൾഡ് ടു കസ്റ്റമേഴ്സ് അറ്റ് കോസ്റ്റ് പ്ലസ് 100%. കോയമ്പത്തൂരിലൊരു റീറ്റെയിൽ ബ്രാഞ്ച് ഉണ്ട് എക്സ് ലിമിറ്റഡിന്. കസ്റ്റമേഴ്സിന് ഗുഡ്സ് സെയിൽ നടത്തുന്നത് കോസ്റ്റ് പ്ലസ് 100%. അതായത് 100 രൂപയാണ് കോസ്റ്റ് എങ്കിൽ 100 രൂപ തന്നെ ആഡ് ചെയ്ത് 200 റുപ്പീസിനാണ് ആ ഗുഡ്സ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. ദ ഹോൾസെയിൽ പ്രൈസ് ഈസ് കോസ്റ്റ് പ്ലസ് 80%. എന്നാൽ ഹോൾസെയിൽ പ്രൈസ് കോസ്റ്റ് പ്ലസ് 80%ലാണ്. ഗുഡ്സ് ആർ ഇൻവോയ്സ്ഡ് ടു കോയമ്പത്തൂർ അറ്റ് ഹോൾസെയിൽ പ്രൈസ് ഫ്രം ദി following particulars. Find out the profit made at head office and at Coimbatore for the year ended 31st March 2016. അപ്പം കോയമ്പത്തൂർ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഇൻവോയ്സ് ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസിലാണ്, അതായത് കോസ്റ്റ് പ്ലസ് 80% എന്നുള്ള റേറ്റിലാണ് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നത്. Find out the profit made at head office and at Coimbatore for the year 31st March 2016. Head office Coimbatore branch. Stock on 1st April 2015. Head office 2,25,000. Purchases head office 21,50,000. Goods sent to branch invoice price. Head office 9,54,000. Coimbatore 9,54,000. Sales 28,53,000, 9,50,000. Expenses 3,00,000,
20,000. Stock on 31st March 2016, 2,60,099,000. Sales at head office are made only on wholesale basis and that at branch only to consumers. ഹെഡ് ഓഫീസിലേക്ക് സെയിൽ നടത്തുന്നത് ഹോൾസെയിൽ ബേസിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ബ്രാഞ്ചിൽ നിന്ന് കൺസ്യൂമേഴ്സിന് മാത്രമേ സെയിൽ നടത്തുന്നുള്ളൂ. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഈസ് വാല്യൂഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. എന്നാൽ ബ്രാഞ്ചിലെ സ്റ്റോക്ക് ഇൻവോയ്സ് പ്രൈസിൽ, അതായത് കോസ്റ്റ് പ്ലസ് 80% എന്നുള്ള റേറ്റിലാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. സാധാരണ പോലെ തന്നെ ഉള്ള ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ തിയറി പഠിച്ചപ്പം നമ്മൾ പഠിച്ചായിരുന്നു ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ഹെഡ് ഓഫീസിന്, ഒരു ബ്രാഞ്ച് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ അവരുടെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് trading and profit and loss account for the year ended 31st March 2016. ഹെഡ് ഓഫീസ് ബ്രാഞ്ച്, ബ്രാഞ്ച്, ഹെഡ് ഓഫീസ് ബ്രാഞ്ച്, അങ്ങനെ 2 കോളം കൊടുക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇവിടെ കോയമ്പത്തൂർ ബ്രാഞ്ചിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, ഹെഡ് ഓഫീസിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഹെഡ് ഓഫീസിന് മാത്രം കൊടുക്കാം. പർച്ചേസസും ഹെഡ് ഓഫീസിന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്തത്, അതായത് ഹെഡ് ഓഫീസിന് അത് ആ എൻട്രി ഹെഡ് ഓഫീസിൽ ഡെബിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ അത് ഹെഡ് ഓഫീസിൻ്റെ ഒരു സെയിൽ പോലെ തന്നെയാണ്. അപ്പോൾ സെയിലിൻ്റെ കോളത്തിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഹെഡ് ഓഫീസിൽ 9,54,000. എന്നാൽ കോയമ്പത്തൂർ ബ്രാഞ്ചിൽ അതെന്താണ്, അതൊരു പർച്ചേസ് പോലെയാണ്. അപ്പോൾ പർച്ചേസസിൻ്റെ ഡെബിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബ്രാഞ്ചിൻ്റെ കോളത്തിൽ 9,54,000. അതിനുശേഷം പിന്നെന്താ പറയുക, സെയിൽസ് ഉണ്ട്. സെയിൽസ് രണ്ട് കോളത്തിലും വരും. 28,53,000, 9,50,000. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് 2,60,000, 99,000. ഇത്ര എഴുതി കഴിഞ്ഞ് വേറെ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലല്ലോ, സാധാ എക്സ്പെൻസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നു, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടു, ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ചെയ്ത് എഴുതി. അതിനുശേഷം എക്സ്പെൻസസ് എഴുതി. മറ്റ് ട്രാൻസാക്ഷനൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നില്ല. പിന്നെ ആകെയുള്ളത് നിങ്ങൾ തിയറി പഠിച്ചായിരുന്നു, സ്റ്റോക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബൈ ഡെബിറ്റിംഗ് ഇറ്റ്സ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആര് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്, ഹെഡ് ഓഫീസ് ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ ബ്രാഞ്ചിലുള്ള സ്റ്റോക്കിൻ്റെ റിസർവാണ് നമുക്ക് സ്റ്റോക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് 99,000. 99,000 സ്റ്റോക്ക് റിസർവ് എന്ന് പറയുന്നത് 99 ഇൻറ്റു പ്രോഫിറ്റ് ആഡ് ചെയ്തേക്കുന്നത് എത്രയാണ്, കോസ്റ്റ് പ്ലസ് 80% എന്നാണ്. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 80, 180. അതുകൊണ്ടാണ് ആ എമൗണ്ട് കിട്ടിയത്. അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതിനുശേഷം നെറ്റ് പ്രോഫിറ്റ് എഴുതാം. ഇത്രയേ ഉള്ളൂ.